ഒരാളെന്തോ പറയാമെന്ന് പറഞ്ഞു. ഒന്നും പറയില്ല സാറേ. സാറിന് എല്ലാ ദിവസവും രാവിലെ ന്യൂസിൽ കാണുന്നതാണ്. അപ്പോൾ സാറ് വന്നില്ല ഒരു വിഷമം. മറ്റുള്ളവരുടെ ന്യൂസ് നല്ലതാണ് പറയണേ, എന്നാലും സാറിനെ കാണണം എന്നൊരു നിർബന്ധം. നമ്മൾ ലഹരിക്കെതിരായിട്ട് ഇറങ്ങിയതാ. എന്താ പേര്? അറിയാം. ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ വാട്ടത്തോട്ടിൽ മൂവാറ്റൂർ. അവിടെയൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും ലഹരി പ്രശ്നമില്ലല്ലോ? ഇല്ല, പ്രശ്നമില്ല. ഇല്ല പിന്നെ വിട്ടു, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് പ്രശ്നം. എന്താ പറയാൻ വന്നേ? സാറേ, ഞാൻ എന്റെ ഫേസ് കാണിക്കരുത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മെമ്പറാണ്. ഇത് നമ്മുടെ മൂവാറ്റുപുഴ പരിസര പ്രദേശങ്ങളുമായിട്ട് മദ്യപാനം നിർത്താനുള്ള സഹായിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതിന്റെ ഒരു എളിയ സേവകനാണ് ഞാൻ. അതിനെക്കുറിച്ചുള്ള കുറച്ച് ലീഫ് ഷീറ്റുകൾ സാറിന് തരുവാണ്. എന്റെ ഫേസ് എടുക്കരുത്. അജ്ഞാതര കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ്. അതായത് ഇതിന്റെ അകത്ത് നമ്മൾ വരുന്നവരാരാണെന്ന് ഒന്നും അറിയില്ല. ഇത് നമ്മൾ സൗജന്യമായിട്ട് ചെയ്യുന്നതാണ്. ആർക്കാണെങ്കിലും ആൽക്കഹോൾ ശത്രുക്കളുണ്ടോ? ഇല്ല, ആരുമില്ല. നിങ്ങൾ പേടിക്കണ്ട, നമ്മളിത് യഥാവിധം കൈമാറും. മദ്യാസക്തരായ അനേക ആളുകളെ സഹായിക്കും എന്നുള്ള ഒരു ഇത് മാത്രം ധീരമായിട്ട് മുന്നോട്ട് പോവാ. ഓക്കെ. യുവമാരെല്ലാം സ്ഥലം വിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖം ഞങ്ങൾ കാണിക്കും. അതിന്റെ ഫുൾ ക്രെഡിറ്റ് മൂവാറ്റുപുഴ എന്നുള്ള MDMA-കാരനെയൊക്കെ നമുക്ക് പറപ്പിക്കണം. പറപ്പിക്കുമല്ലേ? ഇവിടെ രാസലഹരിയും കൊണ്ട് ഒരുത്തിന് ഈ മൂവാറ്റുപുഴ ഇറങ്ങാം. താങ്ക് യു. അപ്പോ വിജയ, ഈ ലഹരിക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം കുറെ രേഖകൾ നമ്മുടെ തന്നിരിക്കുക. നമുക്ക് വായിച്ചു നോക്കാം. നമ്മുടെ റിസർച്ച് വിഭാഗത്തെ നമുക്ക് ഏൽപ്പിക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത എങ്ങോട്ടാ നമ്മള്? അടുത്ത ഉന്മേഷ്, നമ്മൾ ചെന്നൈയിലേക്ക് പോവുകയാണ്. മൂവാറ്റുപുഴയിൽ ചെന്നൈയിലേക്കാണ്. തമിഴക വെട്ടിക്കഴകത്തിന്റെ ജനറൽ കമ്മിറ്റി തൊടുപുഴയെന്നാ വന്നത്. ഇന്നലെ കാണാൻ പറ്റിയില്ല. നമുക്കൊരു പെരയില്ല. അപ്പൊ ആ പെരയ്ക്ക് വേണ്ടി ഒരു അപേക്ഷയും കൊണ്ട് ഞാൻ വന്നു. ഒരു അപേക്ഷ എന്താ പ്രശ്നം? എന്താ? ഒരു പെരയില്ല, ഞങ്ങൾക്ക് ഒരു പെര വേണം. വീട് വേണം. നമുക്ക് നോക്കാം. ഒരു പെങ്കൊച്ചാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കള്ളം വന്നു. നമുക്ക് നോക്കാം മോളെ, നമുക്ക് നോക്കാം കേട്ടോ. കുറേ കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഞാൻ സന്തോഷ് മൂവാറ്റുപുഴ, ഇവിടുത്തെ ഒരു കവിയാണ്. കവിയാണോ? അതെ, കവിയാണ് സന്തോഷ് മൂവാറ്റുപുഴ. ഞാൻ സാറിന്റെ പരിപാടി എന്നും കാണുന്നുണ്ട്. എല്ലാ ദിവസവും കണ്ടിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഒരു പട്ടാളക്കാരനായിരുന്നു 30 വർഷം. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് ഇപ്പോൾ കവിതയിലേക്ക്. അപ്പൊ രാസലഹരിയുടെയും ഈ മദ്യത്തിനെതിരായിട്ട് ഞാൻ ഒരുപാട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ കൂടെ ഞങ്ങളും ഉണ്ട്. സാറ് ധീരമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അഭിനന്ദനങ്ങൾ സർ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു.